അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദേഷ്യം പിടിച്ചുകൊണ്ട് അതാ അൻഷിഫ് വീട്ടിൽ നിന്നിറങ്ങി. മോനെ, നീ എങ്ങോട്ടാ ഈ പെരുമഴയത്ത്? ഉമ്മ, അതൊക്കെയുണ്ട്, ഞാൻ വരാം. ഇവിടെ നിൽക്കണേക്കാളെന്നല്ലേ പോകുന്നതാ. എങ്ങോട്ടാ മോനെ നീ ഈ സമയത്ത് പോകുന്നത്? ഈ മഗ്‌രിബാങ്ക് കൊടുക്കാൻ നിൽക്കണേ ഈ വേളയില് മോൻ എങ്ങോട്ടാ? ഇപ്പോൾ പെരും മഴയാണ്, റെഡ് അലേർട്ടുമാണ്. എന്തിനു വേണ്ടിയിട്ടാ ഇപ്പോൾ നീ ഇറങ്ങി പോകുന്നത്? ഈ സമയത്ത് സാധാരണ പോവാറില്ലല്ലോ. ഇന്നാണെങ്കിൽ ലീവുമായിരുന്നു. പിന്നെ ഇപ്പൊ എന്താ നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ വരാം. അൻഷിഫ് ദേഷ്യത്തോടെയാണ് ഇറങ്ങുന്നത്. എന്താ റബ്ബേ, ഇവൻ ഇങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇതിപ്പോ അന്ന് പെരുന്നാളിൻ്റെ അന്ന് അവൻ ദേഷ്യം പിടിച്ച് ഇങ്ങോട്ട് വന്നു, ഇപ്പൊ അത് ദേഷ്യത്തോടെ ഇറങ്ങി പോകുന്നു. എന്താ ഇവന്റെ മനസ്സിലെന്നാവോ? എന്നാൽ അതാ ബുഷി കരഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. എന്തു പറ്റി മോളെ? ഉമ്മ, അത് അല്ല, അവൻ എങ്ങോട്ടാ പോകുന്നത്? എന്തിനാണ് അവൻ പോകുന്നത് ഈ സമയത്ത്? അവൻ അങ്ങനെയുള്ള ദുസ്വഭാവം ഒന്നും ഇല്ലായിരുന്നു. കറക്റ്റ് രീതിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ അവൻ വീട്ടിൽ നിന്ന് പിന്നെ പുറത്തിറങ്ങാറില്ല. പിന്നെ രാവിലെ ഡ്യൂട്ടിക്ക് വേണ്ടി മാത്രമേ അവൻ പോവാറുള്ളൂ. ഇപ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ ഓരോ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കണ്. എന്താ മോളെ ബുഷിയെ, നീ എന്തെങ്കിലും പറഞ്ഞോ അവനോട്? ദയവായി എൻ്റെ മോനെ നീ വിഷമിപ്പിക്കരുത് കേട്ടോ. ഒന്നുമില്ല, ഞാൻ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ്. വിവാഹത്തിന് തന്നെ ഓൻ സമ്മതിച്ചൊരു പൊന്നു മോളെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ നിന്നൂടെ? ഓൻ സങ്കടപ്പെട്ട് ഇറങ്ങി പോണ് കണ്ടപ്പോൾ എനിക്ക് സഹിക്കണില്ല. എനിക്ക് ആകെ ഒരേ ഒരു മോനേ ഉള്ളൂ. മോളെ എന്താണ്, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക. നീ എന്തെങ്കിലും ഓനെ പറഞ്ഞോ? ദയവായി ബുഷി, എൻ്റെ മോനെ നീ ഒന്നും പറയരുത്. ഓൻ പാവാണ്. ഞാൻ എൻ്റെ മോനെ പഠിപ്പിച്ച് ഡോക്ടറൊക്കെ ആക്കി. പക്ഷെ അവൻ്റെ പിതാവ് വേഗം മരിച്ചുപോയി. പക്ഷേ അതൊന്നും കാണാൻ അദ്ദേഹം ഉണ്ടായില്ല. എന്നാലും എൻ്റെ മോനക്കിപ്പോൾ ആവശ്യത്തിന് ക്യാഷും എല്ലാം ഉണ്ട്, ജോലിയുണ്ട്. പിന്നെ അവന് തീരെ താല്പര്യമില്ലാത്ത വിഷയമായിരുന്നു വിവാഹം എന്നുള്ളത്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം അവനോട് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു, പൊന്നു മോനെ, ഞാൻ കഴിച്ചാൽ പിന്നെ എനിക്ക് എന്തേലും പറ്റിക്കഴിഞ്ഞാൽ നിനക്ക് ആരാ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അവനോട് പരമാവധി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പോലും ഞാനിതിന് തയ്യാറാകുന്നില്ല, എനിക്ക് ഇഷ്ടമല്ലാന്ന്. എന്താ ചെയ്യുക? ഏതായാലും കഴിയാനുള്ള കഴിഞ്ഞു. പൊന്നു മോളെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിച്ചൂടെ? ദയവായി എൻ്റെ കുട്ടിയെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള അപവാദങ്ങളും ഈ പറയരുത് കേട്ടോ. അവന് ചീത്ത പറയരുത്. അവൻ പാവമാണ്. മക്കളില്ലാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പടച്ചോൻ തരുന്നതല്ലേ. ഒരാളും കരുതിക്കൂട്ടി ഇനിയിപ്പോൾ അവൻക്ക് ലക്ഷങ്ങളുടെ ഓപ്പറേഷൻ ചെയ്താലും അത് റെഡി ആവുന്ന ഒരു ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് അവനായിട്ട് പറഞ്ഞതാണ്, ഉമ്മ, എനിക്ക് പടച്ചോൻ ഇങ്ങനല്ലേ എൻ്റെ ജീവിതം തീരുമാനിച്ചത്, ഇത് ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ. ലക്ഷങ്ങൾ മുടക്കിയിട്ട് കോടികൾ മുടക്കി ഓപ്പറേഷൻ ചെയ്ത് റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു കേടായി മാറും. ക്യാഷ് പോകുന്നതിലല്ല. എനിക്ക് എൻ്റെ പൊന്നു ഉമ്മ, എനിക്കതിന് താല്പര്യമില്ല. അതായത് വെറുതെ മെഡിസിൻസിനൊക്കെ വിധേയനായി ഞാൻ, അതും ഉറപ്പില്ലാതെ പഠിച്ചോൻ തരണമെങ്കിൽ തരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കുട്ടി ഇതിനൊക്കെ വേണ്ടി നിന്നത്. പൊന്നു മോളെ, നീ അവനെ വേദനിപ്പിക്കല്ലേ, വിഷമിപ്പിക്കല്ലേ. ഉമ്മ, ഞാൻ ഒരിക്കലും ഇക്കയെ വേദനിപ്പിച്ചിട്ടില്ല, വിഷമിപ്പിച്ചിട്ടില്ല. പിന്നെ എന്താ മോളെ, ഇടക്കിടക്ക് ഉണ്ടല്ലോ അവൻ ഈ പിണങ്ങിപ്പോക്കും. അന്ന് പെരുന്നാളിൻ്റെ അന്നും തന്നെ അവൻ പെട്ടെന്ന് വന്ന് ഇവിടെ കുറേ വന്ന് കരഞ്ഞു. എന്തതിൻ്റെ പിന്നിലൊക്കെ? ഉമ്മ കരഞ്ഞുകൊണ്ടാണ് അവളോട് അതെല്ലാം പറഞ്ഞത്. എന്നാൽ ബുഷി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ, ഒരിക്കലുമില്ല, ഞാൻ ഒരിക്കലും ഇക്കയെ വേദനിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ മോളെ. എല്ലാം എനിക്കറിയാം. നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഉമ്മയോട് അത് തുറന്ന് പറയണം മോളെ. ഒരിക്കലും അവന് വിട്ട് നീ പോവരുത്. ഞാൻ എന്ത് വേണമെങ്കിലും മോൾക്ക് തരാം കേട്ടോ. അല്ല മോളെന്താ ഹോസ്പിറ്റലിൽ പോവാന്ന് അവൻ പറഞ്ഞിരുന്നല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് എന്തിനാ മോള് വേഗം തിരിച്ചു വന്നത്? എന്തിനാ ഡോക്ടർ കാണിക്കാതിരുന്നത്? എന്നാൽ അത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യമാണ് വന്നത്. അത് ഉമ്മ, എനിക്ക് താല്പര്യമില്ല. മോളെ, ദയവായി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ മോൻക്ക് ഒരു കുഞ്ഞിക്കാല് കാണുവാനുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉമ്മ, ദയവായി നിങ്ങൾ എന്നോടത് ചോദിക്കരുത്. ഞാനൊരു പക്ഷേ എൻ്റെ നിയന്ത്രണം വിട്ടുപോകും. എന്നാൽ ബുഷി അങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മ ഒന്നും മിണ്ടിയില്ല. പഠിച്ചോനെ, എന്താ റബ്ബേ ഈ കുട്ടികളൊരവസ്ഥ? മോളെ ബുഷി, ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ അവനെ ഉപദ്രവിക്കരുത് കേട്ടോ. ഉപദ്രവിക്കുക എന്ന് വെച്ചാൽ അവൻ്റെ മനസ്സ് നീ വിഷമിപ്പിക്കരുത് എന്ന് കേട്ടോ. എനിക്ക് ആകെയുള്ളൊരു മോനാണ്. അവന് നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് എൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ പൊന്നുമോളെ, ഒരിക്കൽ പോലും അവനോട് വേണ്ടാത്തൊന്നും പറയരുത് കേട്ടോ. ഇല്ലുമ്മ, വേണ്ടാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് അവൻ ഇറങ്ങിപ്പോയത്?
ഉമ്മ അല്പം ഉച്ചത്തിലാണത് ചോദിച്ചത്. ബുഷി മൗനം പാലിച്ചു. അതെ, ഉമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല, സത്യം എന്താണെന്ന്. എന്നാൽ എന്തിനായിരിക്കും അവൻ ആ പെരുമഴയത്ത് ഇറങ്ങിപ്പോയത്? എന്ത് കാര്യത്തിന് വേണ്ടിയായിരിക്കും? സംഭവിച്ചത് ഇങ്ങനെ. സന്തോഷത്തോടു കൂടി ബുഷിയും അത് അവളുടെ ഭർത്താവും ബെഡ്റൂമിൽ സന്തോഷത്തോടു കൂടി കഴിയുകയാണ്. എന്നാൽ അതിനിടക്കാണ് അവൻക്കൊരു ഫോൺ വരുന്നത്. ബുഷിയുമായി നല്ല സംസാരത്തിലിരിക്കെ അതാ അൻഷിഫിന് കോൾ വരുന്നു. അവൻ ആ കോൾ എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ഹലോ, പറയടാ. ആ പിന്നെ എന്താടാ, നിനക്ക് തീരെ നീ പറഞ്ഞാൽ നിൻ്റെ ഭാര്യ കേൾക്കൂലേ? നീ വേണ്ടെന്ന് പറഞ്ഞാൽ അവൾ കേൾക്കില്ലേ? അല്ലെങ്കിൽ കുഞ്ഞിനെ വേണ്ടെന്നൊക്കെ വെക്കാൻ അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഒന്നുമില്ലെങ്കിൽ നീ ഭർത്താവല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? എന്താ അവളെ കഥ? നിനക്ക് തീരെ ഒന്ന് ആലോചിച്ചൂടെ? പിന്നെ ഒരു കാര്യം പറയാം, അവൾ ഇതിൽ നിന്ന് പിന്മാറുന്നുണ്ടെങ്കിലേ അതിന് പിന്നിൽ തക്കതായ കാര്യം ഉണ്ടാവും. അല്ലാതെ ഒരു പെണ്ണും ഇങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയില്ല. തക്കതായ കാര്യം നിനക്കറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നിന്റെ പെണ്ണാണ് ബുഷി, നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിന്റെ ഭാവി ജീവിതമാണ് നഷ്ടത്തിലായി പോകുന്നത്. നിന്റെ ഭാവിയാണ്. ഒരു പക്ഷേ അവളെങ്ങാനും മറ്റവനെ ഉദ്ദേശിച്ചെങ്ങാനും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതാണ് പ്ലാനിങ്. ഒരു പക്ഷേ നീ ഇതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അതവർക്ക് വലിയൊരു ചാകരയായിരിക്കും, അതവർക്ക് നല്ലൊരു ലാഭമായിരിക്കും. ഒരു പക്ഷേ അവൾ ഗർഭിണിയായി കഴിഞ്ഞാൽ എന്തായാലും ഒരു കുഞ്ഞിൻ്റെ ഉമ്മ എന്നുള്ളൊരു പേരുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഷാമിൽ പിന്നീട് അവളുടെ അടുത്തേക്ക് വരില്ല. കാര്യം ഞാൻ പറയാം, അവന് ഇതിൻ്റെ പിന്നിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് അവൾ ഇതിൽ നിന്ന് പിന്മാറി പോകുന്നത്. എനിക്ക് നന്നായിട്ടറിയാം, അല്ലാതെ ഒരിക്കലുമല്ല. ഹോസ്പിറ്റലിലേക്ക് വന്നവൾ നിന്നെ കൈപ്പിടിച്ച് കൊണ്ടുപോയെങ്കിൽ അവൾ വല്ലാത്തൊരു വിഷവിത്ത് തന്നെയാണ്. നോക്കിക്കോ, നിന്നെ വിട്ട് അവൾ പോകും, അത് ഉറപ്പാണ്. ഞാരെന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, നീ സിനാൻ്റെ വാക്ക് കേട്ടോ. ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോയെന്ന് നിനക്ക് തന്നെ പിന്നെ തീരുമാനിക്കാം, നിനക്ക് ആലോചിക്കാം. കാര്യം നീ ഓർത്തോ, ഈ ഒരു പോക്ക് അവൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വളരെയധികം ദുരൂഹതകളുണ്ട്. അത് നീ ശ്രദ്ധിച്ചോ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ വാക്ക് നീ ഇപ്പം നിസ്സാരമായി തള്ളും. ഒരു പക്ഷേ നിനക്കത് പിന്നീട് മനസ്സിലാവും. ഞാൻ നിൻ്റെ കൂട്ടുകാരനാണ്, നിന്നോട് അത്രക്കും സ്നേഹമുള്ള ആളാണ്. നീ ഇപ്പോൾ മനസ്സിലാക്കിക്കോ. അൻഷിഫ്, ഞാൻ പറയുന്നത് നിനക്കൊരു കളിയായിരിക്കാം. നിൻ്റെ പെണ്ണിനോട് ഒന്നും കൂടെ പോയി മനസ്സിലാക്കിയിട്ട് നാളെ രാവിലെ വരാൻ നോക്ക്, എന്നിട്ട് ബാക്കി പറ. ശരി, എന്നാൽ നിന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായതുകൊണ്ടാണ്. നിനക്ക് നിൻ്റെ ജീവിതം, ഭാവി ജീവിതം നഷ്ടപ്പെടരുത്, ബുഷിയെ നഷ്ടപ്പെടരുത്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനി അതല്ല, നീ അവനക്ക് വിട്ടുകൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ എന്താ ചെയ്തോ. നിനക്ക് ഹോസ്പിറ്റലും വേണ്ട, ഒന്നും വേണ്ട, ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കണ്ട, കുത്തിവെപ്പും ഒന്നും വേണ്ട. നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെ ജീവിച്ചോളൂ. അങ്ങനെ ആകുമ്പോഴേ മറ്റൊന്ന് എളുപ്പമാവുകയും ചെയ്യും. മറ്റേത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിരിക്കും. ഞാനൊന്നും പറയുന്നില്ല, നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ എന്താ ചെയ്യുക. ഞാൻ നിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നേ ഇല്ല. എൻ്റെ സ്വന്തം കൂട്ടുകാരൻ, ഞാൻ ജീവനതുല്യം സ്നേഹിക്കുന്ന കൂട്ടുകാരൻ, എൻ്റെ കുടുംബത്തേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം നിന്നോട് പറഞ്ഞെന്ന് മാത്രം. ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്ന് ശരി എന്നും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. എന്നാൽ ഫോൺ കോൾ കഴിഞ്ഞ് നേരെ ബുഷിയുടെ അരികിലേക്ക് പാവം ബുഷി അൻഷിഫിനെ കാത്തിരിക്കുകയായിരുന്നു. അവർ നല്ല സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ബുഷിയുടെ അരികിലേക്ക് അൻഷിഫ് വന്നു. ബുഷി, ആ എന്താ ഇക്ക? നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിലേക്കോ? എന്തിന്? അപ്പോൾ ഇന്ന് എന്തിനാ പോയത്? ആ കാര്യത്തിന് തന്നെ. നാളെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് മോർണിംഗിൽ പോകണം, ഒരുങ്ങിക്കോ. ഞാൻ എൻ്റെ ഡ്യൂട്ടി കട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. എന്തിന്? നാളെ എന്തിനാണ് ലീവ് എടുത്ത്? ഹോസ്പിറ്റലിൽ പോകാൻ, കാണിക്കാനും നിന്നെ. അതെ, നമ്മൾ രണ്ടുപേരും നമുക്ക് ആഗ്രഹിച്ചത് നേടാൻ. പെട്ടെന്ന് തന്നെ ബുഷി പറഞ്ഞു. അങ്ങോട്ടാണെങ്കിൽ ഞാൻ വരുന്നില്ല. ഞാൻ വരില്ല. അതെന്താ ബുഷി നീ വരാത്തത്? വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ വരുന്നില്ല. ബുഷി, നീ എന്നോട് വല്ലാതെ തർക്കുത്തരെ പേടിയായി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്താ നീ വരാത്തത്? ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ. വേറെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോയിക്കോളൂ, അങ്ങോട്ട് ഞാൻ വരുന്നില്ല. എന്താടി നിനക്ക് ഇത്ര എന്നോടൊരു ദേഷ്യം? വേറെ ഇനി അങ്ങോട്ട് നമുക്ക് അറിയണ അടുത്തേക്കല്ലേ പോവുക? എന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അവളും വാശി പിടിച്ചു. എന്താ
എനിക്കിപ്പോൾ മനസ്സിലായി ഏറെക്കുറെ നിന്റെ കാര്യങ്ങൾ. അപ്പം നിന്റെ മനസ്സിൽ വേറെ വല്ല ചിന്തയുണ്ടെങ്കിൽ അതങ്ങ് തുറന്ന് പറഞ്ഞുകൂടായിരുന്നു ആദ്യമേ. ഞാൻ വിവാഹം കഴിക്കാൻ വരുമ്പോഴത്തേന് നീ അത് പറയണ്ടേ? പിന്നീടാണ് ഈ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആരുടെ കാര്യമാണ് പറയുന്നത്? നിനക്കൊന്നും അറിയാത്ത പോലെ നീ അഭിനയിക്കുന്നു ബുഷി. എനിക്കെല്ലാം അറിയാം. എന്ത് കാര്യം? നിങ്ങളോട് എന്താണ് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ളത്? എന്താ വേണ്ടാത്തത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ? ഒന്നും പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ എനിക്കറിയാം. എനിക്ക് മനസ്സിലായി. എൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമക്കാൻ നിനക്ക് താല്പര്യമില്ല അല്ലേ? നിനക്ക് താല്പര്യമില്ല എങ്കിൽ അഥവാ ഇനി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നടക്കൂല അല്ലേ? ശരിക്കും ബുഷിക്ക് ദേഷ്യമാണ് വന്നത്. അവൾ ദേഷ്യത്തോടെ ഭർത്താവിനെ നോക്കി. അൻഷിഫ്, നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ? നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ എങ്ങനെ മനസ്സ് വന്നു? ഞാൻ അങ്ങയോട് ഇങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്. നിങ്ങളോട് എത്രമാത്രം ഇഷ്ടത്തോടെയാണ് ഞാൻ പെരുമാറിയത്. എന്നിട്ടും നിങ്ങൾ എന്നെ ഇത്ര മോശമായി സംശയിക്കാൻ പാടുണ്ടോ? അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ അൻഷിഫ് പറഞ്ഞു, പിന്നെ നീ എന്തുകൊണ്ട് വരുന്നില്ല? നിനക്കെന്താ ഇത്ര വാശി? വേണ്ട, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ ഞാനും നീയും ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം? നിനക്ക് വേണമെങ്കിൽ നിന്റെ പാട്ട് നോക്കി പോകാം. എനിക്ക് ഇങ്ങനെ ആലോചിച്ച് നിൽക്കാൻ വയ്യ. കാര്യം, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. ഒരു കുടുംബജീവിതം നല്ല ഹാപ്പിയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നീ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി ശ്രമിക്കുന്നു. നിനക്ക് എന്താ എന്നോട് ഇത്ര ഇത്? അപ്പോൾ നമുക്കൊരു കുഞ്ഞ് എന്നുള്ള സ്വപ്നത്തിന് നീ സമ്മതിക്കില്ല അല്ലേ? ഞാൻ സമ്മതിക്കാനിട്ടല്ല, പക്ഷെ എനിക്ക് വരാൻ താല്പര്യമില്ല. നാളെ ആ ഡോക്ടറുടെ അരികിലേക്ക് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ട് ഇപ്പോൾ നീ ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബുഷി, എന്തിനാണ് എന്നോട് ഈ ഒരു ചതി? നിനക്ക് അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നീ പോയിക്കോ. എനിക്ക് വിഷയമില്ല, നിനക്ക് പോകാം. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആയിക്കോട്ടെ, എന്നെ നിനക്ക് അത്രേ വിശ്വാസമുള്ളൂ അല്ലേ? അൻഷിഫ്, എനിക്ക് നിങ്ങളോടുള്ള വിശ്വാസക്കുറവ് മൂലമല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ എനിക്ക് താല്പര്യമില്ല. ബുഷി, ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി. നീ എൻ്റെ ഭാര്യയാണ്. തിരിച്ചൊന്നും ഇങ്ങോട്ട് പറയണ്ട. എന്നാൽ അപ്പോഴും അവൾ പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടാണ്. നീ നിന്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്തോ. നീ എന്നെ ഒന്നിനും കാക്കണ്ട. ആയിക്കോട്ടെ, അല്ലെങ്കിലും കഴിവ് കെട്ടവനല്ലേ ഞാൻ പറയുന്നതൊന്നും ആർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ. നീ നിന്റെ ഇഷ്ടം പോലെ എന്താ ചെയ്യേ. ഇനി എന്നെ കാക്കണ്ട എന്നും പറഞ്ഞ് അവനതാ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ പെരുമഴത്തേക്ക് അവൻ വേഗം കാറെടുത്ത് ഇറങ്ങിയത്. ഉമ്മ അത് കണ്ടതും ബുഷി കരഞ്ഞുകൊണ്ട് വന്നതും ഒക്കെ അങ്ങനെയാണ്. അതൊക്കെയാണ് സംഭവം. ശരിക്കും സംഭവിച്ച അതാണ്. ഉമ്മ പറഞ്ഞു, പൊന്നു മോളെ, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? നല്ല നിലക്ക് ജീവിച്ചൂടെ? നിങ്ങൾക്ക് കുട്ടികളും മക്കളും ഇല്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ നല്ല രീതിയിൽ റാഹത്തോടു കൂടി ജീവിച്ചോളെ. അത് കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ഇതിപ്പോൾ പിണങ്ങി പോവാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താ ഇത് ചെയ്യുക? എനിക്കതൊന്നും താങ്ങാൻ കഴിയുന്നില്ല. എൻ്റെ പൊന്നു മോൻ ഒരിക്കൽ പോലും ഈ സമയത്തൊന്നും പുറത്തിറങ്ങി പോവാറില്ല. ഇനി അവൻ ടെൻഷൻ കൊണ്ട് എന്തെങ്കിലും ചീത്ത കൂട്ടുകെട്ടിലെങ്ങാനും പെടുമെന്നുള്ള ഭയവും എനിക്കുണ്ട്. ദയവായി ബുഷി, നീ ദയവായി അവനെ ബുദ്ധിമുട്ടാക്കല്ലേ. നീ അവനെ ഇടങ്ങാറാക്കല്ലേ. അവൻ ആകെപ്പാട് ടെൻഷനായിരിക്കും. അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ടെൻഷനാണ്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രശ്നമാകുന്നത്? കുട്ടികളും മക്കളൊന്നുമില്ലേ? വേണ്ട, നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചാൽ മതി. ഉമ്മയുടെ വാക്കുകൾ കേട്ട് ബുഷി കരഞ്ഞു. പിന്നെ പെണ്ണെ, നീ വല്ലാതെ അവനെ വിഷമിപ്പിക്കല്ലേട്ടോ. ഞാൻ എങ്ങനെ അവനെ നോക്കി വളർത്തിയതാണോ? എത്രമാത്രം എങ്ങനെ പോറ്റി വളർത്തിയത് എനിക്കറിയോ? ആകെ ഒരേ ഒരു മോനാണ് എനിക്കുള്ളത്. അവനെ നീ ഒരിക്കൽ പോലും വിഷമിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. ശരിക്കും അതാ അൻഷിഫ് പോയത് എങ്ങോട്ടാണ്? അതെ, ഉമ്മക്കറിയുന്നില്ല. ഉമ്മ അപ്പോൾ തന്നെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പഠിച്ചോനെ, ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ റബ്ബേ. ഈ കുട്ടി ഇത് എവിടേക്ക് പോയതാ? അപ്പോൾ തന്നെ അൻഷിഫ് എങ്ങോട്ടാണ് പോയത്? യാതൊരു പിടുത്തവുമില്ല. മോളെ ബുഷി, ഓന് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കിക്കണേ. നിന്റെ പൊന്നു മോളെ, ഓനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്തിനു നന്നേ? എനിക്ക് സമാധാനം ഇല്ലല്ലോ റബ്ബേ. എന്നാൽ ബുഷിയും കരയുകയായിരുന്നു. എന്നാൽ ഉമ്മയോട് അതെങ്ങനെ തുറന്നു പറയും എന്നുള്ള ടെൻഷനിലായിരുന്നു അവള്. എന്നാൽ അവൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നാളെ ഹോസ്പിറ്റലിൽ പോകാൻ വിചാരിച്ച ദിവസമായിരുന്നു. അത് നാളെ തന്നെ പോണം, നിക്കാക്ക് വാശി. ഞാൻ പറഞ്ഞു വേണ്ട, നാളെ പോകണ്ടെന്ന് പറഞ്ഞു.
അതിനാണ് ഇക്ക തെറ്റിപ്പോയത്. എന്താടി നാളെ പോയാല്? ഓൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അനക്കൊന്ന് നിന്ന് കൊടുത്തൂടെ? നീ എന്താ ഇത്രക്കും വാശി പിടിക്കുന്നത്? നിനക്ക് വാശിക്ക് ഒരു കുറവുമില്ലല്ലോ. നീ വല്ലാത്തൊരു സാധനം തന്നെയാണ്. അവൻ്റെ ഇഷ്ടത്തിൽ നീ പോയി കൊടുക്ക്. എന്തെങ്കിലുമല്ല ഒരു ഉത്തമ ഭാര്യയാവുകയുള്ളൂ. അല്ലാതെ നീ ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെ? ഉമ്മ, നാളത്തെ പോക്ക് അതെനിക്ക് കഴിയില്ല ഉമ്മ. അതെന്താ? പിന്നെ മോളെ, ഓൻ പരിചയമുള്ളിടത്തേക്കല്ലേ ഓന് പോകാൻ പറ്റുള്ളൂ. എവിടേക്കും പോകാൻ പറ്റുമോ? എവിടെങ്കിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഏതാ ഒന്നും നമ്മളറിയില്ലല്ലോ. ഏതായാലും നീ അവൻ്റെ ഇഷ്ടത്തിൽ നിൽക്ക്. എന്തായാലും എൻ്റെ ഒരു അപേക്ഷയാണിത്. എൻ്റെ ഉമ്മയുടെ സ്ഥാനത്തല്ലേ ഞാൻ പറയണത്. ഈ ഓൻ്റെ ഇഷ്ടത്തിൽ നിന്ന് കൊടുക്ക് കേട്ടോ. എങ്കിൽ അവൻ്റെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അവനെന്തേലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട ബുഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അതെ, അവൾക്ക് തോന്നി താനൊരു ബലിയാടാവുകയാണെന്ന്. ഒരിക്കലും ആരോടും ഒന്നും പറയാൻ വയ്യല്ലോ റബ്ബേ. അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതാ അവനത് മറ്റു വല്ലതും ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കാനും മടിക്കില്ല. കാരണം സിനാൻ അത്തരക്കാരനാണ്. അതുകൊണ്ട് തന്നെ പഠിച്ചവനെ, ഞാൻ എന്താ റബ്ബേ ചെയ്യാ? എനിക്കൊന്നും അറിയുന്നില്ലല്ലോ. അവൾ കണ്ണീരൊഴുക്കി. എന്നാൽ അതാ ഉമ്മ പറയുന്നു, മോളെ നീ കുറെ കരഞ്ഞിട്ട് കാര്യമില്ല അവനെ വേദനിപ്പിച്ചിട്ട്. അതെ, അവനെ കരയിപ്പിക്കാൻ പാടുണ്ടോ? സങ്കടപ്പെടുത്താൻ പാടുണ്ടോ? ദയവായി എൻ്റെ മോള് അവൻ്റെ ഇഷ്ടത്തിൽ നിന്ന് കൊടുക്കണം. എൻ്റെ ഒരു അപേക്ഷയാണ്. നീ ഇത് തള്ളിക്കളയരുത്. അവൻ്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതിനു വേണ്ടി നീ നിന്ന് കൊടുക്കണം മോളെ. ഒന്നും ഉണ്ടായിട്ടല്ല. ഉമ്മ അത്രക്കും ഉമ്മക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ്. ദയവായി എൻ്റെ മോനെ നീ വിഷമിപ്പിക്കരുത്. ശരിക്കും ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട ബുഷി വിതുമ്പി കരഞ്ഞു. പഠിച്ചോനെ, ഉമ്മാക്ക് പോലും ഇങ്ങനെയാണ്. ഉമ്മയുടെ മനസ്സ് ഇങ്ങനെയാണ്. എന്താ ചെയ്യാം? എല്ലാം ഒന്ന് തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എനിക്ക് ഭയമാണ്. സിനാനെ വിശ്വസിക്കാൻ പറ്റൂല. കാരണം എന്തൊക്കെ തന്നെയാലും ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് പേഷ്യൻ്റ് ഒറ്റക്കാകുന്ന സമയത്ത് ഒരിക്കൽ പോലും സിനാൻ എനിക്ക് വിശ്വാസമില്ല. ഒരിക്കൽ പോലും. കാരണം ആ ഡോക്ടർ ചിന്താഗതികൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ തയ്യാറല്ല റബ്ബേ. ഒരു തെറ്റിലേക്ക് ഞാൻ പോകില്ല ഒരിക്കൽ പോലും. എനിക്കിത് ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയണം. ഇനി ഇവിടെ ഉമ്മ പറഞ്ഞാൽ തന്നെ അത് വിശ്വസിക്കില്ല. കാര്യം മറ്റൊന്നുമല്ല, അപ്പോഴേക്കും സിനാന് മറ്റെന്തെങ്കിലും വഴിയിലൂടെ വല്ല വിഷവും കുത്തിക്കയറ്റി അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഒരിക്കൽ പോലും എന്നെ ആരും വിശ്വസിക്കില്ല. എൻ്റെ ജീവിതം ഞാൻ ഒരിക്കലും തകർക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അൻഷിഫിൻ്റെ കൂടെ ഇങ്ങനൊരു ജീവിതം മതി. മക്കൾ വേണ്ട. മക്കളില്ലാത്ത ജീവിതം. അതിനിപ്പോൾ എന്താ, എത്ര ആളുകൾ മക്കളില്ലാതെ ജീവിക്കുന്നു? അതൊന്നും കുഴപ്പമില്ല. മക്കളുണ്ടെന്ന് വിചാരിച്ചിട്ടോ പല മക്കളും മാതാപിതാക്കൾ അനുസരിച്ച് ജീവിച്ച് നടക്കൂല്ല. പിന്നെ ഇപ്പം എന്തിനാ? സങ്കടമുണ്ട്, സങ്കടം ഇല്ലായിരിക്കൂല. എല്ലാവർക്കും ഒരു കുഞ്ഞിക്കാല് കാണുക, ഒരു കുഞ്ഞിനെ മുലയൂട്ട് ഗർഭം ചുമക്കുക എന്നൊക്കെ പറയുമ്പോഴേ ഏറ്റവും ഒരു ഉമ്മയുടെ സന്തോഷമുള്ള ഓരോ നിമിഷങ്ങളാണ്. അതൊക്കെ ഇല്ലാന്ന് വെക്കേണ്ടി വരും. അത് പഠിച്ചോ എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് കൂട്ടിയാൽ പോരെ. അല്ലാതെപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക? ശരിക്കും എൻ്റെ ഭർത്താവിന് എനിക്ക് സ്നേഹമാണ്, ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് സേവനമൊക്കെ ചെയ്ത് ജീവിക്കാൻ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഡോക്ടർ സിനാൻ്റെ അടുത്തേക്ക് ട്രീറ്റ്മെൻറ്റിന് പോകാൻ ബുഷി ഒരിക്കലും തയ്യാറല്ല. അവൾ മനസ്സിൽ വിചാരിച്ചു. എന്നാൽ പെട്ടെന്ന് അവൾ ആ സോഫയിലിരുന്ന് ഓരോന്ന് ആലോചിക്കുമ്പോൾ അതാ വിളിക്കുന്നു, മോളെ. ബുഷി. അവൾ ആ സ്വപ്നത്തിൽ നിന്ന് ഒന്ന് ഞെട്ടി ഉണർന്നു. മോളെ, ഞാൻ മോളോടൊരു കാര്യം പറയട്ടെ. മോള് ഒന്നും വിചാരിക്കരുത്. അനുവിൻ്റെ ഇഷ്ടത്തിന് മോള് നിൽക്കണം കേട്ടോ. എൻ്റെ ഒരു അപേക്ഷയാണ്. എന്തൊക്കെ തന്നെയല്ലേ അവനക്കുണ്ടാവില്ല മോളെ ആഗ്രഹം. നീ അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കണം. ഒന്നും എതിര് പ്രവർത്തിക്കരുത്. ഉമ്മയുടെ ആഗ്രഹമാണ് കേട്ടോ. എന്നാൽ ബുഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതെ, ആർക്കോ വേണ്ടി ഞാൻ എൻ്റെ ജീവിതം നശിപ്പിക്കുകയാണോ റബ്ബേ? അവൾ വിതുമ്പി കരഞ്ഞു. ഉമ്മ, ഉമ്മ. ഇല്ല മോളെ, കരയണ്ട, സാരമില്ല. ഉമ്മ, ഞാൻ മോളെ, ദയവായി എൻ്റെ കുട്ടിക്ക് വേണ്ടി നീ ഇതുവരെ ജീവിച്ചില്ലേ? ഇനിയും അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നീ ജീവിക്കണം. എൻ്റെ അപേക്ഷയാണ്. ഉമ്മയും കരഞ്ഞു പറഞ്ഞപ്പോൾ അവൾക്ക് തോന്നി, അതെ, താൻ ആർക്കോ വേണ്ടി ജീവിക്കുകയാണ്. ഒരിക്കലും എനിക്ക് എൻ്റെ സേഫ്റ്റി അതെനിക്ക് രക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ. പക്ഷെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഷാമിലിൻ്റെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിക്കും. എനിക്കറിയുന്നില്ലല്ലോ റബ്ബേ. ഞാൻ എന്താ ചെയ്യുക റബ്ബേ?
ഇത്രക്കും മോശമായൊരു സാഹചര്യത്തിലാണല്ലോ റബ്ബെ ഞാൻ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ഹോസ്പിറ്റലിലേക്ക് പോകണം. പക്ഷേ ഒരിക്കൽ പോലും സിനാൻ അവനെന്നെ വിട്ടുകൊടുക്കരുതെന്ന് എൻ്റെ അൻഷിഫിനോട് എനിക്ക് കരഞ്ഞ് പറയണം. എങ്കിൽ മാത്രം ഞാൻ സമ്മതിക്കും. അല്ല എങ്കിൽ ഞാൻ സമ്മതിക്കില്ല. അത് ബുഷി വിതിമ്പിക്കൊണ്ടിരുന്നു. അവൾക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. അത് ശക്തമായി പെയ്യുന്ന ആ പേമാരിയിലും ആ കാറ്റിലും അവളുടെ ഹൃദയവും അതുപോലെ ഇടിച്ചുകൊണ്ടിരുന്നു. അവളുടെ മനസ്സിൻ്റെ ഉള്ളിലും അതാ പെരുമഴ പെയ്യുകയായിരുന്നു. കോരിച്ചൊരിയുന്ന ആ ഒരു മഴ, അതിനിടയിൽ ശക്തമായ ഇടിയും മിന്നലും അവളുടെ മനസ്സിലേക്ക് വളരെയധികം ഭീതി പകർത്തി. ഇല്ല, അൻഷിഫ് ഇതുവരെ വന്നില്ല. അവൻ്റെ ഉദ്ദേശം എന്താണാവോ, അവൻ എവിടെയാണാവോ അറിയുന്നില്ല. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടില്ല. പക്ഷെ സിനാൻ്റെ വിഷയം വരുമ്പോൾ ഞാൻ അല്പം എതിർക്കും. അതെനിക്ക് സ്വാഭാവികമായിട്ടും വരുന്നതാണ്. എനിക്കൊട്ടും താല്പര്യമില്ലാത്ത വിഷയമായതുകൊണ്ട് തന്നെ. ബുഷി വിതുമ്പി കരഞ്ഞു. ശക്തമായ കാറ്റും കോളും അവളുടെ മനസ്സിനെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂട്ടിക്കൊണ്ടിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.